പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാൻ സോഷ്യൽ മീഡിയ നോക്കിയപ്പോഴാണ് നമ്മളൊരു പ്രിയ സുഹൃത്ത് ഞാൻ ഫിലിപ്പ് മമ്പാവിനോടൊപ്പം ചെയ്തൊരു വീഡിയോൻ്റെ പോസ്റ്റ് ഇട്ടത് കണ്ടത് കേട്ടോ. അപ്പോൾ എനിക്ക് കണ്ടപ്പം കുറച്ചൊരു വിഷമം തോന്നി. കാരണം എന്താ വെച്ചാൽ ഫിലിപ്പ് മമ്പാട് അന്ന് എൻ്റെ അടുത്ത് പ്രഷറിന് കാണിക്കാൻ വേണ്ടി വന്നതാണ്, ബ്ലഡ് പ്രഷറിന്. ഞാൻ പറഞ്ഞു, ഫിലിപ്പേ, നീ ബ്ലഡ് പ്രഷറിന് സ്ഥിരമായിട്ട് ഗുളിക കഴിക്കണം, ഗുളിക കഴിച്ചില്ലെങ്കിൽ അപകടാവസ്ഥകളുണ്ടാവും, എക്സസൈസൊക്കെ സാധാരണ ചെയ്യണം. ആ ചെയ്യുന്നത് ഞാൻ പലർക്കും ഒരു ധാരണ ഉണ്ട്, നമ്മൾ റീച്ച് കിട്ടാൻ വേണ്ടി. ആ സഹോദരൻ അങ്ങനെ പറഞ്ഞതും കേട്ടു. ഫുള്ള് എനിക്ക് നോക്കാൻ പറ്റിയില്ല, കാരണം ഞാൻ അധികം സോഷ്യൽ മീഡിയ നോക്കാറില്ല. അപ്പോൾ എന്താ വെച്ചാൽ റീച്ചിന് വേണ്ടിയാണ്, ഞാൻ റീച്ചിന് വേണ്ടി പോസ്റ്റ് ഉണ്ടാക്കാറില്ല. അതെന്നെക്കുറിച്ച് അറിയുന്ന ഒരാൾക്കും അത് പറയാൻ പറ്റില്ല. ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും എപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ടെക്സ്റ്റ് ബുക്കുകൾ ഇങ്ങനെ എഴുതി ഉണ്ടാക്കുക, പുസ്തകങ്ങൾ എഴുതി ഉണ്ടാക്കുക, വാൾപേപ്പറുകൾ ഉണ്ടാക്കുക, മാഗസീനുകൾ ഉണ്ടാക്കുക. ഇതൊക്കെ എൻ്റെ കുട്ടിക്കാലം തൊട്ടേ ഉള്ളൊരു ഹോബിയാണ്. ആ ഹോബി പരിവർത്തനം ചെയ്ത് ഇന്ന് ബ്ലോഗൊക്കെ ആയി മാറിയെന്നേ ഉള്ളൂ. ഇതിലൊന്നും വലിയ കഥയൊന്നുമില്ല. എനിക്കിഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തുകയും ചെയ്യും. അപ്പോൾ ആ ഒരു ഫിലിപ്പ് മമ്പാടിനോടൊപ്പമുള്ള പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി ഉണ്ടാക്കിയതല്ല. ഞാൻ ചിലപ്പം എൻ്റെ അടുത്ത് നമ്മൾ കുറച്ചൊക്കെ പ്രിവെൻറ്റീവ് ഹെൽത്തിലൊക്കെ നമ്മൾ ചെറിയ PG ഡിപ്ലോമകളൊക്കെ ചെയ്തിട്ടുണ്ട് ചെന്നൈയിലൊക്കെ പോയിട്ട്. അപ്പോൾ അതിനൊന്നും ബോർഡിൽ വെക്കുന്നില്ലെങ്കിലും അതൊക്കെ അതിൻ്റെ ഒരു പ്രാക്ടീസ് കൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യാറുണ്ട്. ഇങ്ങനെ അത് മറ്റുള്ളവർക്ക് ഉപദേശങ്ങളായിട്ടും മറ്റു ആക്ഷനുകളായിട്ടും ഒക്കെയാണ് കാണിച്ചു കൊടുക്കുക. അപ്പോൾ പ്രിവെൻറ്റീവ് കാർഡിയോളജി നിന്ന് ബോർഡ് വെച്ചിരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മളത് എടുത്തത്. പഠിക്കുക, നമ്മൾ ക്ലിനിക്കൽ പ്രാക്ടീസ് അത് യൂസ് ചെയ്യുക എന്നുള്ള ലക്ഷ്യം കൊണ്ടാണ്. അതുകൊണ്ട് പേരിലാണ് സൈക്കോളജി ഒക്കെ നമ്മൾ പഠിച്ചത്. അതൊന്നും ബോർഡ് വെച്ച് ഡെമോ ചെയ്യാൻ വേണ്ടിയല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ പലപ്പോഴും ചില ആൾക്കാർക്കൊക്കെ ഒരുപാട് പേർക്ക് എക്സസൈസുകൾ ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കാറുണ്ട്. ആ ഡെമോ ചെയ്ത് കാണിച്ചു കൊടുക്കുമ്പോഴുള്ള സിറ്റുവേഷനാണ് ഫിലിപ്പ് വീഡിയോ ആക്കിയത്. അല്ലാതെ അതിനു വേണ്ടി മെന്നിക്കടല്ല. പരീക്ഷേൻ്റെ സമയത്തൊന്നും ഞാൻ ചെയ്യാറില്ല. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്ന സമയത്ത് ഈ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നമ്മൾ ഏതായാലും ഒരു രോഗിക്ക് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളാണ്. ആ പറഞ്ഞു കൊടുക്കുന്ന കാര്യം ചെയ്യുമ്പം അവിടെ മൈക്ക് പോലും കണക്ട് ചെയ്യാതെ വെറുതെ ഫോൺ വെച്ചൊന്ന് ഷൂട്ട് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരുപാട് പേർക്ക് അത് ഉപകാരമാവില്ലേ? ഇപ്പോൾ ഞാൻ പറഞ്ഞു വാൾ സ്ക്വാട്ട് പൊസിഷനിൽ എക്സസൈസ് ചെയ്യുന്നത്, അതുപോലെ തന്നെ പ്ലാങ്ക് പൊസിഷൻ, ഇതൊക്കെ ബ്ലഡ് പ്രഷറുള്ള രോഗികൾക്ക് വളരെ ഹെൽപ്ഫുള്ളാണ്. ചില ആൾക്കാർക്ക് ഇതെങ്ങനെ ചെയ്യണമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ പല്ല് തേക്കുമ്പോൾ ചെയ്യുന്ന വ്യായാമത്തെക്കുറിച്ചൊക്കെ ചെയ്യാറുണ്ട്. ഏതായാലും ആ പ്രിയ സഹോദരന്, ആ പോസ്റ്റ് ഇട്ട സഹോദരന് ചെറിയ തെറ്റിദ്ധാരണ തോന്നിയുണ്ടായിരിക്കും. എന്തായാലും അവനെ ഞാൻ പറയുന്നില്ല. പേര് ഞാൻ നോക്കിയിട്ടില്ല. എന്നെ അറിയുന്ന ആളാണ്. കാരണം പേര് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അവരോട് ചെറിയൊരു വിഷമവും അവരോട് ഇതൊക്കെ തോന്നും. എന്നെ സ്ഥിരം കാണുന്ന ആളാണെന്ന് എനിക്ക് മനസ്സിലായി. ആ കമൻറ്റ് മാത്രം കണ്ടു. അപ്പോൾ ഞാൻ വേഗം ഒന്ന് റിപ്ലൈ ചെയ്യാണ്. പലർക്കും അങ്ങനെ തെറ്റിദ്ധാരണ ഉണ്ടാവും, നമ്മളിങ്ങനെ വ്ളോഗ് ചെയ്ത് നടക്കുകയാണ്. വ്ളോഗ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യാറില്ല. എന്നെ സമയത്തോളം എൻ്റെ സ്റ്റെതസ്കോപ്പും എൻ്റെ ഈ ക്യാമറയൊക്കെ എപ്പോഴും എൻ്റെ കയ്യിലുണ്ടാവും. ഇൻസ്റ്റൻ്റായിട്ട് കിട്ടുന്ന മൊമെൻറ്റ്സ്, നമ്മൾ മറ്റൊരാളോട് സംസാരിക്കാൻ എടുക്കുന്ന സമയം അത്രേ ഉള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു ഉമ്മയും മറ്റും പോലെ പ്രൊഡക്റ്റ് കാണിക്കാൻ വന്നപ്പം ഓരോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതിനു വേണ്ടി തയ്യാറെടുപ്പോ മുൻകരുതലൊന്നുമില്ല. അത് ചെയ്യാം, അവർക്ക് എന്തെങ്കിലും ഗുണമുണ്ടെങ്കിലേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ആ പോസ്റ്റ് കാണുന്ന ആൾക്കാർക്ക് തെറ്റിദ്ധാരണ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ അത് എന്നോട് ചോദിക്കുക ഡയറക്റ്റായിട്ട്. നമ്മൾ പല ആൾക്കാരെയും നമ്മൾ നിരൂപണം ചെയ്യുമ്പം പലരും വിചാരിക്കും എൻ്റെ ഫേസ്ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു 5 പൈസ അതിലൂടെ എനിക്ക് വരുമാനം കിട്ടുന്നില്ല. എൻ്റെ ഫേസ്ബുക്കിൽ 1,04,000 ഫോളോവേഴ്സ് ആയിട്ടുണ്ടെങ്കിലും അതിൻ്റെ മോണിറ്റൈസേഷൻ 2 വർഷമായിട്ട് ഓഫാണ്. ഇത് വരുമാനത്തിന് വേണ്ടി ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആദ്യം നോക്കുക എന്താ അതിൻ്റെ വരുമാനം കിട്ടാൻ വേണ്ടി ബത്തപ്പാട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഇതാക്കുകയോ അല്ലേ ചെയ്യുക. പിന്നെ ഞാൻ അതിൽ തീരെ റീച്ച് കിട്ടാതായപ്പോഴാണ് ഞാൻ പുതിയ ഒരെണ്ണം തുടങ്ങിയത്. അത് ഞാൻ വല്ലാണ്ട് മൈൻഡ് ചെയ്യാറില്ല. അത്രയേ ഉള്ളൂ, അതിലൊന്നും വലിയ കഥയല്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതകാലം മുഴുവനും പഠിച്ചുകൊണ്ടിരിക്കുക അതെൻ്റെ ഒരു ഹോബിയാണ്. ആ പഠിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തൊരു ടൂളാണ് പഠിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, എന്തായാലും കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി. ഓക്കെ, അതുകൊണ്ട് പറഞ്ഞതാണ്. ഓക്കെ, ബൈ. പ്രത്യേകം പറയാനുള്ളത്, ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയ ഇടുമ്പം സോഷ്യൽ മീഡിയ തന്നെ ഒതുങ്ങണം കേട്ടോ. നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുത ഉണ്ടാക്കാനോ ദേഷ്യപ്പെടാനോ അങ്ങോട്ടോട്ട് വെറുപ്പുണ്ടാക്കാനോ അത് കാരണമാക്കരുത്. ഒരു കാരണവശാലും. സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ അത്ര ഒരു ഒറിജിനൽ ലോകമല്ല. അവിടെ ഒരു ഫേക്ക് കാര്യങ്ങളായിരിക്കും. നമ്മൾ തലയിൽ അനുമാനിച്ചെടുക്കുന്ന പല കാര്യങ്ങളും ചിന്തിച്ചിട്ടുണ്ടാക്കുന്ന ലോകമായിരിക്കും. നമ്മുടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിൽ നമ്മുടെ ഇഷ്ടങ്ങളൊന്നും നശിച്ചു പോകാൻ ഒരിക്കലും കാരണമാവരുത്. കാരണം നമ്മുടെ ജീവിതം എന്ന് പറഞ്ഞാൽ നിമിഷ നേരം കൊണ്ട് തീരാനുള്ളൊരു ജീവിതമാണ്. എന്തെങ്കിലും പോരായ്മകൾ പലരും പറഞ്ഞു തരികയാണെങ്കിൽ അത് ഫീഡ്ബാക്കുകളാക്കി എടുക്കുക, അതിന് തിരുത്തലുകൾ ഉണ്ടാവുക, ഇമ്പ്രൂവ്മെൻറ്റ് വരുത്തുക. ഇതൊരിക്കലും വിവാദമാക്കരുത് ദയവ് ചെയ്ത്. ആരോടും ആരെങ്കിലും ഇങ്ങനത്തെ പോസ്റ്റുകളൊക്കെ ഇടുന്ന കണ്ടാൽ അവരെ കുറ്റപ്പെടുത്തരുത്. അവരെയും നമ്മൾ സ്നേഹിക്കുക.
നമ്മളുടെ ഇടയിൽ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ ഇതിനുള്ള ഫീഡ്ബാക്ക് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക. ഓക്കെ, ദയവ് ചെയ്ത് അങ്ങനത്തെ വിവാദങ്ങളൊന്നും ഉണ്ടാക്കേണ്ട കാര്യമല്ല. ഇനി എന്തെങ്കിലും എൻ്റെ അറ്റൻഷനിലേക്ക് വരികയാണെങ്കിൽ പലപ്പോഴും ഞാൻ സോഷ്യൽ മീഡിയ ഇപ്പോൾ നോക്കാറുള്ളൂ. നോക്കുകയാണെങ്കിൽ ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, ബൈ.